2001 ജൂൺ 22-ന് 52 പേരുടെ ജീവനെടുത്ത കടലുണ്ടി ട്രെയിൻ അപകടം പെരുമൺ ദുരന്തത്തിനു ശേഷം സംസ്ഥാനം കണ്ട രണ്ടാമത്തെ വലിയ ദുരന്തമായിരുന്നു. കടലുണ്ടി എന്ന കൊച്ചു പ്രദേശം പിന്നീട് അറിയപ്പെട്ടതും ആ ട്രെയിൻ ദുരന്തത്തിൻ്റെ പേരിലായിരുന്നു. എന്നാൽ 2007-ന് ശേഷം കടലുണ്ടിക്ക് പുതുജീവൻ നൽകിയത് കണ്ടൽക്കാടുകളുടെ ശ്വസനവേരുകളാണ്. പുഴ കടലിനെയും കടൽ പുഴയെയും ചേർത്ത് പിടിക്കുന്ന കടലുണ്ടി. കോഴിക്കോട് ജില്ലയിൽ കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ തുറമുഖത്തിന് 7 കിലോമീറ്റർ അകലെയാണ്. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകിയെത്തി അറബിക്കടലിൽ പതിക്കുന്ന കടലുണ്ടിപ്പുഴ അഴിമുഖത്തിനു സമീപത്തായി ചെറുദ്വീപുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിരുന്നെത്തുന്ന പക്ഷികളും കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞ തുരുത്തുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. വ്യത്യസ്ത തരത്തിലുള്ള നിരവധി കണ്ടലുകൾ ഇവിടെ കാണാം. നമ്മുടെ ലവണജലത്തെ അതിജീവിക്കാൻ കഴിവുള്ള പല സവിശേഷതകളുമുള്ള സസ്യജാലങ്ങളാണ് ഈ പറയുന്ന കണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ലവണജലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഭൂമുഖത്തുള്ള ആകെ സസ്യജാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ കണ്ടലാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമുഖ പ്രദേശങ്ങളെ സവിശേഷമാക്കുന്ന സസ്യജന്തുജാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ചുള്ളിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, നക്ഷത്രക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, ചെറു ഉപ്പട്ടി എന്നിങ്ങനെ 7 ഇനം കണ്ടലുകളാണ് കടലുണ്ടിത്തുരുത്തിൽ കാണപ്പെടുന്നത്. ഇവയിൽ ഉപ്പട്ടി എന്ന ഇനം കണ്ടൽ വർഗമാണ് ഏറ്റവും അധികം വ്യാപിച്ചു കിടക്കുന്നത്. 5 മുതൽ 15 മീറ്റർ ഉയരത്തിൽ വരെ വളരാൻ ഇവയ്ക്ക് സാധിക്കും. CP തുരുത്ത്, മന്നൻ തുരുത്ത്, ബാലാ തുരുത്ത് എന്നിങ്ങനെ 3 തുരുത്തുകളിലായാണ് കണ്ടലുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽ കാടുകൾക്കുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. ഇതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും ഈ പ്രദേശങ്ങളാണ് അഭികാമ്യം. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. CMFRIയിലെ സയൻറ്റിസ്റ്റുകൾ പ്രത്യേക പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. CWRDMSൻ്റെ പഠനങ്ങൾ, നവകേരളം കർമ്മ പദ്ധതിൻ്റെ ഭാഗമായിട്ട് വിവിധ കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്രയധികം കണ്ടലുകൾ ഉണ്ടായിട്ട് കൂടി നമ്മളെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത് കാർബൺ ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയേറെ കണ്ടലുണ്ടായിട്ടും. അപ്പോൾ ഈ കണ്ടലുകളുടെ കുറച്ചും കൂടി വ്യാപിപ്പിക്കണം കണ്ടലുകൾ എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് യോജിപ്പിച്ച് 1500ഓളം കണ്ടലിൻ്റെ തൈകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിട്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. ആ കണ്ടലുകളെ മുഴുവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് കടലുണ്ടിയിലെ ജനങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. പിന്നെ ഇതൊരു എക്കോ ടൂറിസം മേഖലയാണ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. അതായത് 2 ജില്ലകൾ, അത് 2 പഞ്ചായത്തും കൂടിയിട്ടുള്ള സംരംഭമാണ്. പിന്നെ അവിടെ 4 ദ്വീപുകളുണ്ട്. അത് 2 ജില്ലയിലുമായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ പക്ഷികൾ നവംബർ മുതൽ ഏപ്രിൽ വരെ ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് തന്നെ പറയാം. ധാരാളം പക്ഷികൾ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ എത്താറുണ്ട് സീസണിൽ. പിന്നെ പലതരം ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കമ്മ്യൂണിറ്റി റിസർവ് ഏരിയ. കാരണം ഇത് കണ്ടൽ സംരക്ഷിക്കപ്പെടുന്നതിനാൽ തന്നെ ധാരാളം ചെറുജീവികളും ഞണ്ടുകളും പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. 2007 ഒക്ടോബർ 17-നാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണിത്. 2018 ഏപ്രിലിൽ കേരള വനം വകുപ്പ് ഇതിനെ ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കടലുണ്ടി പക്ഷി സങ്കേതവും കടലുണ്ടി വള്ളിക്കുന്ന് മേഖലയിലെ കണ്ടൽ സതുപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു. കടലുണ്ടി നദിയുടെ ഇരുകരകളിലുമായി 200 മീറ്റർ ചുറ്റളവിൽ കാണപ്പെടുന്ന വിവിധ ഇനം സസ്യജന്തുജാലങ്ങളും തദ്ദേശവാസികളുടെ പരമ്പരാഗത തൊഴിലുകളും ഉൾപ്പെടെ പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ കമ്മ്യൂണിറ്റി റിസർവ് സംരക്ഷിക്കുന്നു. 53 ഇനം ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 110ഓളം ജലപക്ഷികൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തണ്ണീർത്തട പക്ഷികളുടെ വൈവിധ്യവും
വംശനാശ ഭീഷണിയും കണക്കിലെടുത്താണ് ഇത് സംരക്ഷിത മേഖലയാക്കിയത്. എൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. പിന്നെ 1997 വനം വകുപ്പ് കടലുണ്ടിയിലുള്ള കണ്ടൽക്കാടുകൾ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അന്ന് മുതൽക്കുള്ള വാച്ചറായി ഞാൻ കഴിഞ്ഞ വർഷം വരെ 26 വർഷത്തോളം വാച്ചറായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ചകരിൻ്റെ തൊഴിൽ മണലെടുക്കലൊക്കെ പാടെ നിലച്ച് ആ കാലഘട്ടത്തിലാണ് സ്റ്റാർട്ടാകുന്നത്. അന്ന് ജനങ്ങളെ എതിർപ്പ് അല്ലുണ്ട്. പിന്നെ അതിന് ശേഷം സുനാമി വന്നപ്പോൾ ജനങ്ങളൊക്കെ ഈ കണ്ടൽ വേണം, ഇവിടെ നിലനിൽക്കണം, അപ്പോഴേ ജനങ്ങളെ സ്വത്തിനും ജീവനും രക്ഷയുണ്ടാവും എന്നുള്ള ആ സുനാമിക്ക് ശേഷവും ജനങ്ങളെ എതിർപ്പൊക്കെ പാടാൻ നിന്ന് ജനങ്ങളായിട്ട് എല്ലാം നല്ല വനംവകുപ്പായിട്ട് നല്ല സഹകരിച്ചിട്ട് പോകുന്നുണ്ട്. പച്ചപ്പ് സംരക്ഷിച്ചുകൊണ്ട് ജൈവ വൈവിധ്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് ഒരു ടൂറിസം വികസനം സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. നാട്ടുകാരായ തൊഴിലാളികൾ തന്നെയാണ് തോണിക്കാരും ഗൈഡും എല്ലാം. മലിനീകരണം തടയാൻ കഴുക്കോൽ കൊണ്ട് വള്ളങ്ങളുന്തിയാണ് വിനോദയാത്ര. ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇക്കോ ടൂറിസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്ക് വള്ളങ്ങൾ തുഴഞ്ഞു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആവാസ വ്യവസ്ഥ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. അതായത് ഇവിടെ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് അനുമതിയില്ല. ഇവിടെ തുടക്കം 4-5 ബോട്ടുകളായിട്ടായിരുന്നു ടൂറിസം സർവീസ് നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവിൻ്റെ KVCRൻ്റെ ഓഫീസിൽ തന്നെ 10-25 ബോട്ടുകളായി. പിന്നെ പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന 3-4 സംരംഭകരുണ്ട്. അവരുടെ അടുത്തും 5-6 ബോട്ട് വീതമുണ്ട്. അങ്ങനെ മൊത്തം ഈ മേഖലയിൽ കുറേ പേർക്ക് ടൂറിസം മേഖല നൽകുന്നുണ്ട്. അതുപോലെ പണ്ട് മണൽ മേഖലയും ചൈര മേഖലയല്ല, ഈ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ട യുവാക്കളും പിന്നെ ഹോട്ടൽ സംബന്ധിച്ചായിട്ട് യുവതികളടക്കം പലരും ഈ മേഖലയിലേക്ക് ഇത് വന്നതിന് ശേഷം തൊഴിൽ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. ദേശാടന പക്ഷികൾ ഒരുപാട് അകലെ നിന്ന് വരുന്ന പക്ഷികളാണ്. ഇപ്പോൾ അന്റാർട്ടിക്ക, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, അന്റാർട്ടിക്കയുടെ മുകൾ ഭാഗത്ത് ആർട്ടിക് തുണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൻ്റെ ഭാഗത്തേക്ക് പക്ഷികൾ എത്തുന്നുണ്ട്. അപ്പം ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത്തരം പക്ഷികളൊക്കെ വരുന്നത്. ഇത്തരം പക്ഷികൾ വരുന്നതിന് പ്രധാനമായിട്ടും അവിടെ തണുപ്പ് കൂടുതലായിട്ടുള്ള ഒരു സമയമായതുകൊണ്ടാണ് അവർക്ക് ഫീഡിങ് ഏരിയ കുറയുന്നത്. അവിടുത്തെ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് പകലിൻ്റെ ദൈർഘ്യം കുറവായതുകൊണ്ട് ഭക്ഷണം ഫീഡ് ചെയ്യാനുള്ള സമയം കുറവ് വരുന്നു. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഇത്തരം ഏരിയകളിലേക്ക് ദേശാടനമായിട്ട് വരുന്നത് തന്നെ. ദേശാടന പക്ഷികളുടെ പറുദീസയായ പക്ഷിസങ്കേതം പക്ഷികൾക്ക് അന്യമാകുകയാണ്. ജലാശയത്തിന് കുറുകെ രൂപപ്പെട്ട മണൽത്തിട്ടയും പ്ലാസ്റ്റിക് വേസ്റ്റുമാണ് പക്ഷികളുടെ കടന്നുവരവിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. 2018 പ്രളയത്തിന് ശേഷം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൽ പുഴയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മണൽ ഒരു വലിയ മണൽത്തിട്ട പോലെ രൂപപ്പെട്ട് പുഴയുടെ ഒഴുക്കിനെ വല്ലാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ആ മണൽത്തിട്ടയിൽ നമ്മളെ അഴിമുഖത്ത് നിന്ന് അടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോതിൽ അടിഞ്ഞ് ആ മണൽത്തിട്ടയിൽ അടിയുന്നത് നമ്മളെ ദേശാടന പക്ഷികൾ വരുന്ന പക്ഷികൾക്ക് വലിയ രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കുറേ വള്ളങ്ങൾ ഒക്കെ ആ ഭാഗത്ത് നിർത്തിയിടുന്നത് പക്ഷികളുടെ ഒരു വരവിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലാണ് അറിയുന്നത്. പക്ഷികൾ അധികം ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചളിപ്രദേശങ്ങളിൽ അവരുടെ കൊക്കുകൾ ആഴ്ത്തിയിട്ട് അത് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇരേനെ കണ്ടെത്തുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ മണൽ അടിയുമ്പോൾ മണലും ചളിയും പാടെ കൂടിയിട്ട് ഇത് ഉറച്ച ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യാൻ കൊക്കുകൾ ഇറക്കി കഴിഞ്ഞാൽ അവരെ ഫീഡിങ്ങിന് വ്യക്തമായിട്ട് ഫീഡിങ് കഴിയില്ല. അതൊരു പ്രത്യേക കാരണമാണ്. മണൽ വരുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷികൾക്ക് ഉണ്ടാകുന്ന വിഷമം അതാണ്. കടലുണ്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചകിരി ഇപ്പോൾ ഈ കണ്ടൽ വനം ഉള്ള സ്ഥലങ്ങളിലെങ്കിൽ മുഴുവനും ചകിരീൻ്റെ മാടായിരുന്നു. അതായത്
ചകിരി പൂത്തിയിട്ട് ഇതാണ് കടലുണ്ടി ഏറ്റവും പേര് കേട്ടത് ഇത്തലും ചകിരി ചൂടി എന്ന രീതിയിൽ ചകിരി പൂത്തിയിട്ട് അതിൻ്റെ ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ച സ്ഥലം അത് കടലുണ്ടി എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഏത് ഇത് നോക്കിയാലും കടലുണ്ടിയിൽ നിന്ന് അതിനായിട്ട് ട്രെയിനിന് അതായത് ഗുഡ്സിന് ഇത്തിൽ കുഴിച്ചെടുത്തിട്ട് പിന്നെ ഇതിന് കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു കടലുണ്ടി. കണ്ടൽക്കാടുകൾ വനം വകുപ്പ് ഏറ്റെടുത്തതോടുകൂടി കയർ നിർമ്മാണം, കക്കവാരൽ എന്നീ വ്യവസായങ്ങൾ നിലച്ചു. പിന്നീട് പുഴയോരവാസികളുടെ ഉപജീവനമാർഗം മത്സ്യം, കടുക്ക, ഞണ്ട്, മുഴു, ചെമ്മീൻ എന്നിവ കൃഷി ചെയ്തും കച്ചവടം ചെയ്തുമാണ്. ഇന്നിപ്പോൾ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പുഴയോരങ്ങളിൽ റിസോർട്ടുകൾ വരുന്നതോടുകൂടി പുഴയോരങ്ങളെല്ലാം വലിയ മതിലുകൾ കൊണ്ട് കെട്ടിമറയ്ക്കുന്നു. അതിനാൽ തന്നെ പ്രദേശവാസികൾക്ക് പോലും പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാതാവുന്നു. പെട്ടെന്നൊരു അത്യാവശ്യ കാര്യങ്ങൾക്ക് പുഴയോരത്തിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല, നാട്ടുകാർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ കെട്ടി വന്താക്കി, മതിലുകൾ കെട്ടി വലിയ വലിയ ജയിൽ വായന വെട്ടിക്കാണ്ട് വന്താക്കിയിരിക്കുക, പോകാനും കഴിയില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനെക്കൊണ്ട്. പിന്നെ ഒരു വാഹനങ്ങൾ വന്ന് പെട്ടെന്നൊരു വെള്ളത്തിൽ ഒരാൾ പോവുകയോ വെള്ളത്തിൽ തോണി മറിയേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ ഒരു ചാടി രക്ഷപ്പെടുത്താനുള്ള മാർഗം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ പുഴയോരങ്ങളൊക്കെ. ചാലുകൾ മണ്ണിട്ടുമൂടി റിസോർട്ട് പണിയുന്നതും അവിടെ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു വേസ്റ്റുകളും പുഴയിലേക്ക് തള്ളുവാനുള്ള സാധ്യതകളും റിസോർട്ടുകൾ പുഴയോരങ്ങളിൽ വരുന്നതിനോട് നാട്ടുകാർക്ക് എതിർപ്പുണ്ടാക്കുന്നു. പഴഞ്ചെണ്ണൂർ ദേശവും മണ്ണൂർ ദേശവും ഉണ്ട്, 2 ദേശങ്ങളുണ്ട്. ആ ദേശം തിരിക്കുന്നത് തോടുകളാണ്, ഒരു കൈവഴിയാണ് ദേശം തിരിക്കുന്നത്. ആ ദേശങ്ങൾ തിരിക്കുന്ന തോടുകൾ വരെ ഇന്ന് പയതാണെന്ന് അറിയില്ല, അതൊക്കെ കംപ്ലീറ്റ് തൂർത്ത് കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. കടലുണ്ടി പുഴ എന്നല്ല കടലുണ്ടി തോട് നയി പോവും. അങ്ങനത്തെ രീതിയിലേക്ക് ഇന്നത്തെ പോക്കുകൾ വരുന്നത്. റിസോർട്ടുകൾ വേണ്ടാന്ന് ഞങ്ങൾ പരാതികൾ പറയുന്നില്ല, അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് അതിൻ്റേതല്ലേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം, അതാണ് നമ്മളെ ആഗ്രഹങ്ങളുള്ളൂ. ഒരിക്കൽ എല്ലാത്തിനും ആശ്രയമായിരുന്ന കടലുണ്ടിപ്പുഴ അവർ കന്യമാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കടലുണ്ടിപ്പുഴയും കണ്ടലുകളും മത്സ്യസമ്പത്തും ദേശാടനക്കിളികളും കടലുണ്ടിയെ വ്യത്യസ്തമാക്കുന്നു. ഈ പ്രകൃതി സമ്പത്ത് എന്നും നിലനിർത്താൻ ശ്വസനവേരുകൾക്ക് സാധിക്കട്ടെ.